ഹായ് നമസ്കാരം, ഞാൻ ബാബു മങ്ങാടൻ. ഇന്ന് നമ്മളൊരു ഒരുപാട് പേരുടെ പ്രോബ്ലം സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് വരുന്ന വീട്ടിൽ ടൈൽ ഉപയോഗിക്കുമ്പോൾ ഫ്രണ്ട് സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, ഇതിലൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കുകൾ മീൻസ് ട്രാൻസ്പോർട്ട് അവിടെ വീട്ടിലേക്ക് ഗ്യാസും കുറ്റി അതുപോലെ മെറ്റീരിയൽ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് ടൈലിൻ്റെ സ്റ്റെപ്പ് ടൈൽ പൊട്ടുമോ എന്നുള്ള സംശയം എനിക്ക് ഒരു പരിഹാരമായിട്ടുള്ള കജേരയുടെ റോക്കർ ബ്ലാക്ക് എന്നുള്ള 15 mm തിക്നെസ് വരുന്ന ഒരു സ്ലാബാണിത്. ഇത് നമുക്കിതുപോലെ സ്റ്റെപ്പിന് മോൾഡ് ചെയ്തിടാം. നമുക്ക് ഇതിൻ്റെ ഈ മോൾഡിങ് സൈഡിൽ കണ്ട ഒരു ഉരുട്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇത് പല ടൈപ്പിൽ ഹാഫ് മോൾഡിങ് ഉണ്ട്, ഫുൾ മോൾഡിങ്ങിലോ 45 അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ സാധനത്തെ നമുക്ക് സ്റ്റെപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ തിക്നെസ് 15 mm തിക്നെസ്സാണ് വരുന്നത്. നോർമലി 8 to 9 mm തിക്നെസ് ഉള്ള ടൈലുകളാണ് മാർക്കറ്റിൽ വരുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ പല ടെസ്റ്റുകളും നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നമുക്ക് 2-3 ടെസ്റ്റുകൾ ചെയ്ത് ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കാണിക്കും. ഇതിൽ 4-5 കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രേയിലുണ്ട്, അതുപോലെ നമ്മൾ വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ, കോട്ട ഗ്രീൻ, 4 കളേഴ്സ്, 5 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ മെയിൻലി ഡാർക്ക് നമ്മൾ മെയിൻ പർപ്പസ്, ഇതിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണ് കമ്പനി പറയുന്നത്, UV പ്രൊട്ടക്റ്റഡ് സാധനം. അതായത് ഫ്രണ്ട് സ്റ്റെപ്പിനോട് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നിരക്കുന്നില്ല. അതിന് മെയിൻ പലർക്കും നമുക്ക് യൂസ് ചെയ്ത് പരിചയം ഉണ്ടാവും. ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് സ്റ്റെപ്പ് നിരച്ച് കാണാം. ഫ്രണ്ട് സ്റ്റെപ്പ് നിരച്ച് കാണാൻ പല നമ്മൾ വീട് വെച്ച് 5 കൊല്ലം കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെയ്ത ഗ്രാനൈറ്റിന് ഒരു പഴയ ഒട്ടിച്ച ഫിനിഷിങ് കിട്ടൂല. അതിന് 100% UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. ഇതിൽ സ്റ്റെയിൻ പിടിക്കൂല. രണ്ടാമത്തെ പ്രശ്നം നമുക്ക് പ്രോബ്ലമാണ്, ഗ്രാനൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെയിൻ പിടിക്കൂല എന്നുള്ളതാണ്. സ്റ്റെയിൻ പിടിക്കില്ല, അതിൻ്റെ സ്ക്രാച്ച് ഫ്രീ ആണ്. 3 കാര്യങ്ങൾ നമ്മൾക്ക് തിക്നെസ്സും ഉണ്ട്, 4 കാര്യങ്ങൾ ക്വാളിറ്റിയും ഉണ്ട്. ഈ സാധനം ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ നിങ്ങളെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും, പരിഹാരം കാണും. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് 4 ടെസ്റ്റുകൾ ചെയ്ത് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് വീഡിയോ കാണിച്ചു തരാം. ഒരായിട്ട് നമ്മളിത് കർപ്പൂരമാണ് നമ്മൾ കത്തിക്കുന്നത്. കർപ്പൂരം കത്തിക്കുന്നത് അതിൻ്റെ അടുത്ത് നമ്മളിതാ കുറച്ച് ചളി എടുത്തിട്ട്, ഇത് ചളി എടുത്തിട്ടുണ്ട്. ഈ സാധനം നമ്മളിവിടെ കുറച്ച് എന്ത് ചെയ്യുന്നത്, ചളി ഇതിൻ്റെ മേലെ എന്ത് കാണിച്ചു തരാം. ചളീൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നായിട്ട് നമ്മളെ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് സ്റ്റെപ്പിന് വരുന്ന പ്രശ്നം ചളി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മേലെ വരുന്ന അത് കറുപ്പിലൂടെ കത്തുന്നുണ്ട്. ഇത് കത്തുന്നില്ല, എന്നാലും ശരി നമുക്ക് എന്ത് ചെയ്യാം, ഈ വരച്ച് വരെ സ്ക്രാച്ച് ഇതിമേ നമുക്ക് ഒരു സ്ക്രാച്ചും വന്നിട്ടില്ല. നമ്മൾ ഇതൊന്ന് കിടത്തി നോക്കാം. അത്യാവശ്യം കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ, സംഭവം ചൂടായിക്കണം. ഇതിൻ്റെ മേലെ ഒരു കറിയും പിടിക്കൂല എന്നുള്ളതാണ്. കാരണം നമുക്ക് വെയിൽ തട്ടിയാൽ നിരക്കുന്ന പ്രശ്നമില്ല. 1400 ഡിഗ്രി മേലെ ചൂടാക്കി വരുന്ന ടൈലാണിത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്ക് ഇത് അടുത്തത് ആ ടൈലിന് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക്. അതിൻ്റെ ചളി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. നോർമലി ചളി ഇതിൻ്റെ മേലിട്ട് എങ്ങനെ ആക്കിയാലും അതിന് വേറെ സാധനം കൂടെ നമുക്ക് ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രാനൈറ്റിൽ നമ്മൾ ഈ ചളിയില്ലേ തുടക്കണതിന് മുന്നേ നമുക്ക് കാര്യം ചെയ്യാണ്ട്, ഗ്രാനൈറ്റ് തുടച്ചിട്ട് ഗ്രാനൈറ്റിൻ്റെ പീസ് ഒന്ന് തരുമോ. ഗ്രാനൈറ്റിൽ ചളി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ചളിയിൽ എന്ത് ചെയ്യുക, ഗ്രാനൈറ്റിൽ ലെപ്പോത്ര ലെതർ 2 പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രാനൈറ്റിൽ ലെതറിൻ്റെ പീസാണ്, ഇത് ഗ്രാനൈറ്റിൽ ലെപ്പോത്ര സ്റ്റീൽ ഗ്രേ പീസാണ്. ഇതിൽ രണ്ടിൽ നമുക്ക് ചളി കുറച്ച് ഇടാം. നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞാൽ എന്താ ശരി. ഓക്കെ, ഇത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, തുടച്ച് നോക്കിയാൽ എങ്ങനെയാണ് തുടച്ചാൽ. അതും നേരത്തെ നമ്മൾ ഉണങ്ങിയ ടിഷ്യൂ കൊണ്ടാണ് തുടച്ചത്. ഇതും അതുപോലെ എന്ത് ചെയ്യുന്ന ഉണങ്ങിയ ടിഷ്യൂ കൊണ്ട് നമ്മൾ ഒന്ന് തുടച്ചെടുത്ത് നോക്കാം, ചളിയിൽ ഇരിക്കുന്നുണ്ടോ നോക്കാനാണ്. ചളി അതിന് പൂർണ്ണമായിട്ട് കൊണ്ട് പോന്നിട്ടില്ല. ആ ചെറിയ കുത്തുകുത്തിൽ എന്തിരിക്കുന്നുണ്ട്, ചളി അവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും അത് ഇത് മനസ്സിലാവും. നമ്മളൊന്നും കൂടെ തുടക്കാണ്.
കാരണം ഇതിൻ്റെ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നായിട്ട് എന്താ നമ്മൾ ടൈല് തുടച്ചു, ഗ്രാനൈറ്റ് തുടച്ചു. ഇതാദ്യം ചളി ആവാത്ത ഭാഗം, ഇതായ ഭാഗം ഈ ടൈലിൽ തുടച്ചെടുത്ത ഇതിൻ്റെ ഫിനിഷ് കണ്ടോളൂ. ഇത് സ്റ്റീൽ ഗ്രേയിൽ തുടച്ചതാണ്. സ്റ്റീൽ ഗ്രേയിൽ അത്രത്തോളം പ്രശ്നം. ഇത് ലപ്പോത്രയാണ്. ലപ്പോത്രയിൽ ലെതറും വ്യത്യാസമുണ്ട്. അതിൽ ലെതർ ഒന്നുകൂടെ ഇത് ഓരോ ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ കൊണ്ട് നമുക്ക് ഇതുപോലെ ചളി ഇരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചളി ഇരിക്കുന്ന പ്രശ്നം പരിഹരിക്കാനാണ് നമുക്ക് ഈ റോക്കർ ബ്ലാക്ക് എന്നുള്ള കജീരിയുടെ സ്റ്റെപ്പ് ടൈലർ യൂസ് ചെയ്യാം, ഫ്ലോറിൽ യൂസ് ചെയ്യാം. നമുക്ക് അതുപോലെ നമുക്ക് എത്ര കൊമേഴ്ഷ്യൽ ഏരിയക്കും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. തുറക്കട്ടെ. ഇതാ ജസ്റ്റ് നമുക്ക് വെള്ളം ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം, വീടെടുക്കും എടുക്കില്ല കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തുടക്കാം. ഇപ്പോൾ ചളി ഇപ്പോൾ ഒരാൾ നനച്ചോ തുടച്ച് കഴിഞ്ഞാൽ എന്താ ചളി കൊണ്ട് പോന്നോട്ടെ. പെണ്ണുങ്ങൾ പറയും വീട്ടിൽ കൂടെ തുടച്ചൊന്നുകൂടെ ഇതേപോലെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളമിട്ട് തുടച്ചു, വെള്ളം ഇടാതെ ടൈൽ ഉടച്ചു. വെള്ളം ഇടാതെ ടൈൽ ഉടച്ചപ്പോൾ ടൈലിൻ്റെ അകത്തുള്ള ഒറ്റയടിക്ക് എല്ലാ ചളിയും പോന്നിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളമിട്ട് തുടച്ചപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ആയിട്ടുണ്ട്. ആൻഡ് ഇത് ഓൾസോ ഇതിൽ ലെതർ ലപ്പോത്ര ആയതുകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. നമുക്ക് ഇതിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ട്. ഇത് ശരിക്കും തുടച്ച് ഇനിയും തുടക്കും തോറും എന്ന് പോരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലെതറിലും റോക്കറിലും ഉള്ള വ്യത്യാസം. റോക്കറിൽ ഒറ്റ തുടക്കം നമുക്ക് സാധനം ചളി ഇതിൻ്റെ കൂടെ പോരും. കാരണം ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ എഫക്റ്റ് നോക്കിയാൽ മനസ്സിലായിരിക്കും. ഇതിനുള്ളൊരു ഗ്ലോസി എഫക്റ്റ്, ഇതിൻ്റെ അകത്ത് ഗ്ലോസി എഫക്റ്റ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന ഒരേ ഫിനിഷാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഇത് ഗ്രാനൈറ്റ് ആണ്, ഇത് ടൈല് കജേരിയുടെ ടൈല് റോക്കർ ബ്ലാക്ക് ആണ്. നമ്മൾ സ്റ്റെപ്പിലേക്ക് ഇതുപോലെ നമ്മളെ വീട്ടിലേക്കോ സ്റ്റെപ്പുമോ ഗ്യാസും കുറ്റിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ തട്ടുക. ഇപ്പോൾ നമ്മൾ ടൈലൊക്കെ ആണെങ്കിൽ നോർമൽ ടൈലാണെങ്കിൽ തെന്നെന്താവും പൊട്ടിപ്പോവും. കണ്ടോ, ഇതിൽ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ല. സൈഡ് ചിപ്പായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗ്യാസും കുറ്റി ഇതിന് മേലെ ഉപയോഗിച്ചിട്ട് പോലും നമുക്കതിൻ്റെ സൈഡ് ചിപ്പിങ്ങോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല വീട്ടമ്മമാരുടെ പ്രശ്നമാണ്. നമ്മൾ ഈ ടൈല് സ്റ്റെപ്പ് ടൈല് ഫ്രണ്ട് ടൈലിടുന്ന സമയത്ത് ഇതിന് ചിപ്പിങ് വരുമോ എന്നുള്ള ഡൗട്ടുണ്ട്. അത് വരുന്നില്ല എന്ന് കാണിക്കാൻ നമ്മൾ വീഡിയോ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും കണ്ടു കാണും നമ്മളിതിൻ്റെ ഫിനിഷസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട്. പലരും ഡൗട്ട് ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം വെയിൽ തട്ടിയാലും ചളി തട്ടിയാലും നിങ്ങൾ എന്ത് വിട്ട് കഴിഞ്ഞാലും സാധനം എന്താവില്ല, കംപ്ലൈൻറ്റ് ആവില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുണം UV പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മൊത്തം ഫ്ലോറിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ചെറിയ ഗ്രിപ്പിങ് കിട്ടുന്നതുകൊണ്ട് ഈ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത് ആൾ സ്കിഡാവാതിരിക്കാനും. നോർമൽ സ്ലോപ്പിൽ പറ്റില്ല, നോർമൽ ഫ്ലോറിലേക്കും ലപ്പോത്ര ലെതർ ഫിനിഷ് യൂസ് ചെയ്യുന്ന എല്ലാ പർപ്പസിലും ഇത് യൂസ് ചെയ്യാം. ഈവൻ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതായത് ഇതിൻ്റെ ഞങ്ങൾ സ്റ്റെപ്പിന് യൂസ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ പലരും ഒരു ഡൗട്ടാണ്. കാരണം കൊമേഴ്ഷ്യൽ വാടക കൊടുക്കുന്ന ബിൽഡിംഗ് വലിയ മോളുകൾക്കും ബിൽഡിങ്ങുകൾക്കും സ്റ്റെപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിന് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗ്യാസും കുറ്റിയൊക്കെ വെച്ച് നമ്മൾ ഇതിന് മേലെ തട്ടിച്ചൊക്കെ കാണിച്ച് തന്നതിന് മേലെ നമുക്ക് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന സമയത്തൊന്നും യാതൊരു കംപ്ലൈൻറ്റ് ഇതിന് വരുന്നില്ല. പിന്നെ ഇത് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റും, ആർക്കും പൊട്ടിക്കാൻ പറ്റും. അതത്രേ ഉള്ളൂ. നമ്മളിത് പൊട്ടിക്കാൻ വിചാരിച്ചാൽ നമുക്ക് സാധനം ഏതും ഇപ്പോൾ ഗ്രാനൈറ്റോ നമുക്ക് പൊട്ടിക്കാൻ കഴിയും. അത് നമ്മൾ ഒരു വീട്ടിൽ നോർമലി യൂസ് ചെയ്യുന്നുള്ള വീടോ ബിൽഡിങ്ങോ ഓഫീസോ എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. കൂടുതൽ പ്രൊഡക്റ്റും ഡീറ്റെയിലും ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതിൻ്റെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നമ്മൾ സംശയങ്ങൾ തീർച്ചയായിട്ടും അതിന് നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വല്ല താല്പര്യമുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയേണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ആൻഡ് നമ്മളെ കൂടുതൽ മോർ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ താഴെ നമ്പർ കൊടുത്ത നമ്പറിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് പണി നടക്കുന്ന ഇതുപോലെ ആവശ്യക്കാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. സൈൻ ഓഫ്, ബാവ മങ്ങാടൻ.